പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച. ഇന്നലെ നമ്മൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. 2 ദിവസങ്ങളിലും സഹായമായി മാറുന്ന ഒരമ്മയുടെ വലിയ കരുതൽ അനുഭവിക്കുന്ന ദിവസമാണ്. തൻ്റെ മാത്രം അമ്മയായി ഈ അമ്മയെ ചേർത്ത് പിടിക്കാതെ ലോകത്തിന് മുഴുവൻ അമ്മയായി കൈവിരിച്ച് വിട്ടുകൊടുത്ത ക്രിസ്തുവിൻ്റെ അഗാധമായ നമ്മളോടുള്ള സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണത് ഈ അമ്മയിലൂടെയാണ്. ഇതാ നിൻ്റെ അമ്മ, എൻ്റെ മാത്രമല്ല. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്കൊരു തോന്നലുണ്ട്. തൻ്റെ ജീവിതത്തിന് വെളിച്ചമായി നിന്നൊരമ്മ, തൻ്റെ കുരിശിൻ്റെ വഴികളിൽ ബലപ്പെടുത്തി കൂട്ടു നടന്നൊരമ്മ, കുരിശിൻ്റെ താഴെ വന്ന് നിന്ന് തന്നെ തൻ്റെ നിയോഗപൂർത്തിക്കായി കരുത്ത് നൽകി ഒപ്പമുണ്ടായിരുന്നൊരമ്മ, തൻ്റെ പിന്നാലെ വരുന്നവർക്കും ഈ അമ്മയുടെ കൂട്ടും കരുത്തും കാവലും ലഭിക്കണമെന്ന് നിശ്ചയമുണ്ടായിരുന്ന, നിർബന്ധമുണ്ടായിരുന്ന കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഈ അമ്മയെ തരും. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് സംരക്ഷണ കോട്ടയായി നിൽക്കുന്നൊരമ്മയുടെ തിരുനാളാണ് ആഘോഷിക്കണേ. KGF എന്നൊക്കെ പറയുന്ന ആ മൂവിയിൽ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നൊക്കെ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെയാണ് നടന്നേക്കണേ. ഈശോ കുരിശ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ യാഗമർപ്പിക്കാൻ പോകുന്ന ഒരാൾ യുദ്ധത്തിൽ ചെന്ന് പെടാൻ പാടില്ല. അത് നിയമമാണ്, നിർബന്ധമാണ്. യാഗം ചെയ്യുന്ന ഒരാൾ, ബലിയർപ്പിക്കുന്ന ഒരാൾ അതിൽ മാത്രം ഇങ്ങനെ മനസ്സർപ്പിച്ച് മനസ്സ് മുഴുവൻ നിർമ്മലമായി കാത്തു സൂക്ഷിച്ച് വിദ്വേഷ വൈരാഗ്യങ്ങളില്ലാതെ വേണം ബലിയായി തന്നെ അർപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ കൊല്ലാൻ വരുന്നവർക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കാമെന്നല്ലാതെ അയാൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അയാൾക്ക് ചുറ്റും ഒരു കോട്ട തീർക്കും, അയാളെ യാഗമർപ്പിച്ച് തീരുന്നത് വരെ. ഈശോയുടെ കുരിശിൻ്റെ വഴികളിൽ സാത്താൻ ഇങ്ങനെ പ്രലോഭിപ്പിക്കാൻ വരുന്ന നേരത്ത് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, പലവട്ടം സാത്താൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരുന്നത് പരിശുദ്ധ മാതാവിനോടാണ്. ഈശോയല്ല സാത്താനോട് യുദ്ധം ചെയ്യണേ, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശോ സ്രഷ്ടാവാണ്, സാത്താൻ സൃഷ്ടി മാത്രമാണ്. സ്രഷ്ടാവും സൃഷ്ടിയുമായിട്ടുള്ള യുദ്ധമല്ല അവിടെ നടക്കണേ, നേരെ മറിച്ച് പരിശുദ്ധ മാതാവാണ് സാത്താനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹോന്നതയായ ഒരമ്മയുടെ കരുത്തോടുകൂടെ സഭയെ കാത്തുപാലിക്കാനായിട്ട് ദൃഢനിശ്ചയം ചെയ്ത, സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ മാതാവ് സാത്താനുമായിട്ട് യുദ്ധം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണും. 1-ാമത്തെ വായനയിൽ നമ്മളത് വ്യക്തമായിട്ട് അത് വായിച്ച് കേൾക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇങ്ങനെ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതിന് കാരണമായി തീരുന്ന ഒരമ്മയുടെ സംരക്ഷണത്തിൻ്റെ ഓർമ്മയുമായിട്ടാണ് സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചതാണ്. 7-ാം പിയൂസ് പാപ്പയെ കാരാഗ്രഹത്തിൽ അടച്ച നെപ്പോളിയൻ ചക്രവർത്തിയുടെ പതനം കണ്ട ഒരു യുദ്ധത്തിൽ യുദ്ധം വാട്ടർലൂവിലാണ് നമ്മൾ കാണുന്നത്. അതോടുകൂടെയാണ് സഭ ഇങ്ങനെ മോചിപ്പിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് പരിശുദ്ധ പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ സ്ഥാപിക്കുന്നത്. പറഞ്ഞല്ലോ, ഒരമ്മ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. സാത്താനോടെന്നല്ല, ഈ നരകത്തോട് തന്നെ അവൾ ഒറ്റയ്ക്ക് നിന്ന് എതിർക്കും, യുദ്ധം ചെയ്യും, അവരെ തോപ്പിക്കും, അതിൻ്റെ തല തകർത്ത് കളയും. അമ്മയ്ക്ക് അതിനുള്ള കരുത്തുണ്ട്, അമ്മയ്ക്കേ ഉള്ളൂ അതിൻ്റെ കരുത്ത്. അതറിയാവുന്ന കർത്താവാണ് തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മാതാവിനെ, തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ തനിക്ക് ബലമായി മാറിയ തൻ്റെ അമ്മയെ എല്ലാവർക്കുമായിട്ട് തന്നെ ഈശോ തൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സമ്മാനമാണത്. പരിശുദ്ധാത്മാവ്, ഞാൻ പോവാണ്, ഞാൻ ഈ ലോകം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് 2 സമ്മാനങ്ങൾ ഈശോ തരും. ഒന്നാമത്തേത്, എനിക്ക് പകരം നിങ്ങൾക്കായി എക്സാക്ട്ലി ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെയുള്ളൊരു സഹായകൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. ആത്മാഭിഷേകത്തിൻ്റെ നിറവാണ്. 2-ാമത്തേത് പാർട്ടിംഗ് ഗിഫ്റ്റാണ്.
അതായത് ഒരാൾ മരിച്ചു പോകുന്നതിന് തൊട്ട് മുൻപ് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമ്മാനം എത്രമാത്രം വിലപിടിപ്പുള്ളതായിരിക്കും. ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ മാതാവിനെ കണക്കൊരമ്മയുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭയന്ന് വിറച്ചൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് സാത്താൻ്റെ അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിപ്പോഴും ഹവ്വാമ്മയുടെ മക്കളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റില്ല. സാത്താൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയ ഹവ്വ എന്ന് പറയുന്ന ആദിമാതാവിൻ്റെ മക്കളെ കണക്ക് ജീവിക്കാനല്ല ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന. നേരെ മറിച്ച് അതേ നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത് കളഞ്ഞ പരിശുദ്ധ മാതാവെന്നുള്ള ഏറ്റവും കരുത്തുള്ള സ്ത്രീയുടെ അമ്മയുടെ മക്കളായിട്ട്, ഈശോ കണക്കുള്ള മക്കളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ മാതാവേ, ഈ സഭയെ അങ്ങ് കാത്തു പാലിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കണമേ. നരകത്തിൻ്റെ എല്ലാ പദ്ധതികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ഇത്രയും കാലം നൽകിയ പരിശുദ്ധ അമ്മേ, ഇനിയുള്ള കാലങ്ങളിലും അമ്മയുടെ സംരക്ഷണ കോട്ടയിൻ കീഴിൽ എല്ലാ നാരകീയ തിന്മകളുടെയും ശക്തികളെ അതിജീവിക്കാനും വിജയിക്കാനും സഭയെ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടിന്മേലായി ആശീർവാദം ചെയ്യാം. അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയെ ഇതുവരെയും നരകാഗ്നിയിൽ നിന്ന്, നരകത്തിൻ്റെ തിന്മകളിൽ നിന്ന് സംരക്ഷിച്ച അമ്മ നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കാനായി അമ്മയുടെ വലിയ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ജപമാല മുടക്കാത്ത കുടുംബത്തിലേക്ക് സാത്താന് പ്രവേശനമില്ലെന്നറിയണം. കഴുത്തിൽ ഇങ്ങനെ ഉത്തരീയം ധരിച്ചൊരാളും നരകത്തിലേക്ക് പോകേണ്ടി വരില്ലെന്നും അറിയണം. ആയുധങ്ങളാണ് അമ്മ കൂടെയുണ്ടെന്നുള്ളതിൻ്റെ വലിയ കരുത്ത് നൽകുന്ന അടയാളങ്ങളും ആയുധങ്ങളും. വിട്ടുകളയരുത്. നരകത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇത് നമ്മൾക്ക് ആയുധങ്ങളാണ്. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.